ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചട്ടിപ്പത്തിരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു റിസ്ക്കാണ്. അപ്പോൾ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ടൈം അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ടൈമും ആവശ്യമില്ല, പത്തിരി പരത്തെ ദോശ ഉണ്ടാക്കിയെടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ഒറിജിനൽ ചട്ടിപ്പത്തിരിയുടെ അതേ ടേസ്റ്റും നല്ല സോഫ്റ്റും ഏകദേശം അതേ ടെക്സ്ചറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കോഴിമുട്ടയാണ്. പിന്നെ ഞാൻ മധുരമുള്ള ചട്ടിപ്പത്തിരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ എരിവുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ എരിവുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ പഞ്ചസാരക്കും ഏലക്കാപ്പൊടിക്കും പകരം കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലതായിട്ട് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ കസ്കസ് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ചൂടായി കിട്ടിയാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി ചൂടായിട്ട് വന്നാൽ അതിലേക്ക് കുറച്ച് കടലയും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മാത്രമായാലും മതി, കടലയും ഉണക്കമുന്തിരിയും ഒക്കെ മാത്രമായാലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോ നന്നായിട്ട് ചൂടായി കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് 2 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എരിവുള്ള ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നട്ട്സിന് പകരം സമൂസക്കൂട്ട്, ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ സമൂസക്കൂട്ട് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 പൊറോട്ടയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ റോസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സിൽ നിന്ന് പകുതിയും അതുപോലെ തന്നെ കുറച്ച് കസ്കസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു മിക്സ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന അതേ പാനിലേക്ക് തന്നെ അതിൽ നെയ്യ് കുറവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള നട്ട്സ് മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നട്ട്സ് മുഴുവനായിട്ട് ആ ഒരു കൂട്ടിൽ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അവസാനമായിട്ട് ബാക്കി വന്നിട്ടുള്ള കസ്കസും എല്ലാ ഭാഗത്തേക്കുമായിട്ട് വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ താഴ്ഭാഗത്ത് അലൂമിനിയത്തിൻ്റെ പഴയൊരു പാത്രം അല്ലെങ്കിൽ പഴയൊരു നോൺ സ്റ്റിക്ക് പാനോ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ അടി പിടിക്കാതെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ പൊറോട്ട പീസാക്കി ഇട്ടത് കാരണം ലെയർ പോലെ നിൽക്കുന്നുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്, സൂപ്പർ ടേസ്റ്റുമാണ്. ഒറിജിനൽ ചട്ടിപ്പത്തിരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പൊറോട്ടയോ ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.